നമസ്കാരം. തിരിച്ച് എന്റെ കൂടെ കാറിൽ എന്നെ വീട്ടിലാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ആ കാറിൽ കയറിയ നിമിഷം മുതൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഞാൻ ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ. ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ദിവസങ്ങളൊന്നും ഇവരാരുമില്ല. ഞാനും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും മാത്രമേ ഈ കേസിൽ ഇങ്ങനെ ഇതായിട്ട് കിടക്കുള്ളൂ. ബാക്കി സൊസൈറ്റിയിലെ ആളുകൾക്കൊക്കെ വേറെ പണികളില്ലേ, നമ്മളുടെ പിന്നാലെ നടക്കലല്ലോ. എനിക്കെതിരെ ശാസന സേവയിൽ പോകുന്നു. സത്യമാണത്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരിത് ചെയ്യുകയാണ്. എനിക്കെതിരെ ശാസന സേവയിൽ പോകുന്നു. സത്യമാണത്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവരിത് ചെയ്യുകയാണ്. ഈ സ്ത്രീ ഇതെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ടി ബി മിനി എന്ന അതിജീവിതയുടെ വക്കീലാണ്. അവർ ആ കേസിൻ്റെ വിധി വന്നതിന് ശേഷം അവർ ചാനലുകളെല്ലാം കയറിയിരുന്നിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെയാ കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ഏതോ ഒരു പൊതുപരിപാടിയിൽ പോയിരുന്നിട്ട് ദിലീപിനും കൂട്ടർക്കുമൊക്കെ ചാത്തൻ സേവ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇവർക്കെതിരെ ചാത്തൻ സേവ ചെയ്തു എന്ന് വരെ പറഞ്ഞ വ്യക്തിയാണ്. ഇവർ ശരിക്കും LLB തന്നെയാണോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ ഈ കേസിൽ, അതായത് നേരിട്ട് ഈ പ്രതികളാക്കപ്പെട്ടിരിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. എന്നാൽ ഗൂഢാലോചന, ആ കുറ്റം തെളിയിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. അതില്ലെങ്കിൽ തെളിയിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഗൂഢാലോചന ചെയ്ത ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അതിന് കൃത്യമായ, ഖണ്ഡിക്കാൻ പറ്റാത്ത തെളിവുകൾ കാണണം. അത് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കണം. അല്ലെങ്കിൽ ആളെ ശിക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ ഇവർക്ക് മനസ്സിലായി കാണും, ആ ആളെ, ഇവർ ഉദ്ദേശിക്കുന്ന ആളെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു ശിക്ഷയൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്നവർക്ക് തോന്നിക്കാണും. അപ്പോൾ എടുത്ത ഒരു പരിപാടിയായിരിക്കും ഇതുപോലെ ഒരു ആളെ വക്കീലായിട്ട് വെക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? ഇപ്പം ചിലരെങ്കിലും വിചാരിക്കില്ലേ, ദിലീപ് രക്ഷപ്പെട്ടോ ചുമ്മാതല്ല, ഇതുപോലുള്ള ഒരാളല്ലേ വക്കീൽ. അപ്പോൾ ഒരു ചെറിയ സംശയം അവിടെ കിടപ്പുണ്ട്. ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ദിലീപ് ശിക്ഷിക്കപ്പെടാതെ പോയത്. അല്ലെങ്കിൽ ദിലീപ് ജയിലിലായേനെ. അല്ലാതെ ദിലീപിൻ്റെ നിരപരാധിത്വം കൊണ്ടല്ല, അയാൾ ഇപ്പോഴും പ്രതിയാണ്, അപരാധിയാണ് എന്നൊരു സംശയം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ കാണും. അതിനുവേണ്ടിയാണ് ഇതുപോലെ ഒരു ടീമിനെ വെച്ചത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല. ഇത് കാണുന്ന ഇവരുടെ ഓരോ സമയത്തെ ശരീരഭാഷയും ഇവരുടെ പ്രവൃത്തിയും ഒക്കെ കാണുമ്പോൾ ഇവർ ശരിക്കും നോർമലാണോ എന്ന് പോലും പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സംശയമല്ല, പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വാദിച്ചത്. അപ്പോൾ പിന്നെ എങ്ങനെ ദിലീപ് ശിക്ഷിക്കപ്പെടും? അതുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടത് പോയത് എന്നൊരു വികാരം ചിലർക്കെങ്കിലും ഉണ്ട്. അതായിരിക്കാം ഒരുപക്ഷേ ഇവരെ തന്നെ ഈ കേസ് ഏൽപ്പിക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞ പോയിൻ്റ് മനസ്സിലായോ? അവർക്കൊരു ഘട്ടത്തിൽ മനസ്സിലായി കാണും, ഈ പൾസർ സുനി അടക്കമുള്ളവർ, മാർട്ടിൻ അടക്കമുള്ളവർ ശിക്ഷിക്കപ്പെടും. അത് തീർച്ചയായിട്ടും. കാരണം അവർ നേരിട്ട് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടവരാണ്, അവരെ അതിജീവിതം തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം പിന്നെ മറ്റ് തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെ തിരിച്ചറിയൽ പരേഡിൽ കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു, ഇവരൊക്കെയാണ് എന്നെ ഉപദ്രവിച്ചതെന്ന്. മറ്റത്, അതായത് പിന്നിൽ ആരാണ് എന്നുള്ളത് അവരുടെ ഒരു ഊഹം മാത്രമാണ്. അതിന് തെളിവ് വേണം. അവരുടെ ഊഹാപോഹവും അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളും വേണം. ഇപ്പോൾ അവർ തമ്മിൽ ഒന്നിച്ച് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തെളിവ്, പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ്, അല്ലെങ്കിൽ ഇതിന് ശേഷം തെളിവുകൾ, അല്ലെങ്കിൽ ഈ കൃത്യം നടത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ്, അങ്ങനെയുള്ള തെളിവൊക്കെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം. അതൊന്നും ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിനെ പോലുള്ളവർ, അത് ദിലീപ് തന്നെ ആവണമെന്നില്ല, ദിലീപിൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിലും ഊരിപ്പോവുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ദിലീപിനെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരെ പോലെ ഒരു സ്ത്രീയെ കൊണ്ട് ഈ വക്കാലത്ത്, അതായത് ഇവരുടെ വക്കീലാവുകയും ഇവർ വാദിക്കുകയും ഒടുവിൽ അനിവാര്യമായ വിധി പുറത്തേക്ക് വരികയും അതിനുശേഷം ഇവർ കോടതിക്കെതിരെ പോലും എത്രമാത്രം നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവനകളും മറ്റുമാണ് നിരന്തരം അവർ ചാനലും മറ്റും നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഓർക്കുക. ഇവിടുത്തെ ഒരു കോടതി വിധിച്ചു കഴിഞ്ഞു, അതിൻ്റെ മേളിൽ കോടതി ഉണ്ടെങ്കിലും മറിച്ചൊരു വിധി വരും വരെ ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ്. പക്ഷേ അപ്പോഴും ആളുകൾ വിശ്വസിക്കണം ദിലീപ് ശരിക്കും നിരപരാധിയൊന്നുമല്ല, ഇവർ വാദിച്ചുകൊണ്ടാണ് ദിലീപ് രക്ഷപ്പെട്ടു പോയത് എന്നൊരു സംശയം ചിലരുടെ ഉള്ളിൽ ഉണ്ടാവാൻ പറ്റിയാൽ അത് നേട്ടമാണ്. ആർക്ക്? ദിലീപിനെതിരെ നിൽക്കുന്ന ടീമിന് നേട്ടമാണ്. അതിനുവേണ്ടിയായിരിക്കാം ഇവരെ തന്നെ എടുത്തു വെച്ചത്. നോക്കൂ, ഒരു വക്കീൽ നിന്ന് പറയുകയാണ്, ഞാൻ കേസ് അവർ ജയിക്കാൻ വേണ്ടിയിട്ടും ഇവർ തോക്കാൻ വേണ്ടിയിട്ടും തനിക്കെതിരെ ചാത്തൻ സേവ വരെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ വക്കീലിനൊക്കെ ഉള്ള പണി കോടതിയിലല്ല, വല്ല ക്ഷേത്രത്തിലും പോയി ആ പണി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നേ ഇവരോടൊക്കെ പറയാനുള്ളൂ.